ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത്. അത് നമുക്ക് 5-ാം മാസത്തിലെ സ്കാനിങ്ങിന് മുന്നേ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷുഗറും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഭക്ഷണം കഴിക്കാണ്ടൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടി പോകാൻ വേണ്ടി നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ പ്രാവശ്യം വന്നപ്പോൾ എന്തായാലും ഞാനതേ ബ്രഷ് എടുക്കാൻ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം നല്ലോണം ഓർത്ത് ബ്രഷ് ചെയ്യാൻ എൻ്റെ മരുന്ന് ഇടുന്ന ബോക്സിലൊക്കെ ഇട്ടാൽ വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എങ്ങനെയായാലും മറക്കുന്നുള്ള ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ബ്രഷ് ചെയ്തിട്ട് കുളിച്ചിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ വിളക്കൊക്കെ വെച്ചതേ തൊഴുവാണ് കേട്ടോ. അപ്പം ഗായ്സ്, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മാറ്റാൻ നോക്കാം. സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെയും മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ടും ടെസ്റ്റ് ചെയ്യണം. എങ്ങനെ വിശന്ന് പിടിച്ച് നോക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഈ സമയത്ത് പ്രത്യേകിച്ച് നല്ല വിശപ്പായതുകൊണ്ട് രാവിലെ തീരെ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മാറ്റിയിട്ട് വരാം. നമ്മൾ കഴിഞ്ഞ മാസം കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്ന ടെസ്റ്റായിരുന്നു കേട്ടോ അത്. 5-ാം മാസത്തിൽ കാണിക്കാൻ വരുമ്പോൾ ഈ ടെസ്റ്റും കൊണ്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിത് മാറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചേച്ചി പ്രഗ്നൻ്റ് ആയ സമയത്ത് അവൾ അടിച്ചിട്ടുണ്ടായിരുന്ന മെറ്റേണിറ്റി ഡ്രസ്സാണ് കേട്ടോ. അവളുടെ ഡ്രസ്സൊക്കെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അവൾക്ക് ഒന്നും കൊള്ളൂല നല്ല, അവൾക്ക് ഭയങ്കര ലൂസാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. രസമുണ്ടോന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇനി നമുക്ക് ഓട്ടോ വിളിക്കണം. അമ്മ മാറ്റുന്നുണ്ട്. അമ്മ മാറ്റിയിട്ട് ഓട്ടോ വിളിക്കണം. എന്നിട്ട് നേരെ അലബീറിലേക്ക് പോകണം. വീട്ടിൽ നിന്ന് വല്ലാണ്ട് ദൂരമൊന്നുമില്ല കേട്ടോ. ഒരു 5-6 മിനിറ്റൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മളിതേ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അലബീർ ഹോസ്പിറ്റലിൽ ഇതേ എത്തിക്കഴിഞ്ഞു. ഒരു രാവിലെ 8 മണിക്കൊക്കെ എത്തിയോണ്ട് നമ്മൾ വിചാരിച്ചെന്താ വെച്ചാൽ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാബിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ എന്തോ സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് അമ്മയാണ് കേട്ടോ. ഫോൺ ഞാൻ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. കാരണം എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ലാബിലുണ്ടായിരുന്ന നഴ്സിനോട് ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടോ. അതിനെന്താ, അതൊന്നും കുഴപ്പമില്ലല്ലോ, അതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും എടുക്കുന്നല്ലേ. അപ്പം എന്നോട് ചോദിച്ചു കുത്തുന്ന സമയത്ത് എക്സ്പ്രഷൻ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ ചിരിക്കുന്നത്. ബ്ലഡ് എടുക്കുന്നില്ലെങ്കിലും ബ്ലഡ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ തിരിഞ്ഞ് നിൽക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ. ചില സമയത്ത് എനിക്ക് ബ്ലഡ് കുത്തുന്നത് നോക്കുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ചെറുതായിട്ടൊരു തലമിലും തലകറക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. പണ്ടൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ റൗണ്ട് ബ്ലഡ് എടുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ ഇരിക്കും, നിങ്ങൾക്ക് സ്റ്റിക്കർ ഒന്ന് ഒട്ടിക്കണമെന്ന് ചോദിച്ച് രണ്ടാമത് അവിടെ ഇരുത്തി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് തന്നു കേട്ടോ. സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് നീച്ചു കേട്ടോ. അപ്പോൾ വീണ്ടും അവൻ പറഞ്ഞു അവിടെ ഇരിക്കും, ഒന്നും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെന്തോ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവുന്നതിൻ്റെ കൗണ്ട് നോക്കാനോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് കുത്തിയിട്ടായിരുന്നു കേട്ടോ അതിന് ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റിനുള്ള ബ്ലഡൊക്കെ കൊടുത്ത് ബില്ലടിച്ച് നമ്മൾ പോരുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഗ്ലൂക്കോസിൻ്റെ പാക്ക് വാങ്ങണം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് കലക്കി കുടിച്ചിട്ട് കറക്റ്റ് 1.25 മണിക്കൂർ ആകുമ്പോൾ തിരിച്ച് ലാബിൽ വന്ന് ഒന്നും കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നാണ് അവിടുന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ അമ്മയും ഞാനും കൂടെ അങ്ങാടി വരെ നടന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെയാണ് കേട്ടോ ഓട്ടോയ്ക്ക് പോകുന്നത്. മില്ലിൽ കുറച്ച് സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അതും കൂടെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ അലബീറിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് പോകുന്നു കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഈ കാണുന്ന ഗ്ലൂക്കോസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുടിച്ചിട്ട് 1.25 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വരണം. അതിൻ്റെ ഇടയിൽ അമ്മ അതേ മില്ലിൽ സാധനം പൊടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അമ്മ അതിന് വേണ്ടി കയറിയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഞാനത് കുടിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സമയം കണക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് 9 മണി കറക്റ്റ് ആയപ്പോൾ അതേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ മുഴുവൻ ഗ്ലൂക്കോസ് കുടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കട്ടയാണ്. ഛർദ്ദിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഛർദ്ദിച്ചാൽ അവർ പറഞ്ഞെന്ത് ചെയ്യാൻ പറ്റില്ല, നാളെ ഒന്നും കൂടെ വന്ന് വീണ്ടും ചെയ്യണം എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു 1.25 മണിക്കൂർ വിശന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടിയിൽ നിന്നേ ആൾ ചവിട്ടി മുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിക്ക് വിശക്കുന്ന സമയം, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം ഏകദേശം ആയിട്ടുണ്ട്.
വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ തവണ നമ്മൾ ലാബിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തേനെക്കാട്ടിലും നല്ല തിരക്കായിരുന്നു. അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ബ്ലഡ് കൊടുത്തു കേട്ടോ. ബ്ലഡ് എടുത്തതിന് ശേഷം ഒരു യൂറിൻ ടെസ്റ്റും കൂടെ നോക്കാൻ വേണ്ടി പറഞ്ഞു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. യൂറിനിലെ അളവ് നോക്കാനായിരിക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതേ ഞാൻ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. തിരിച്ച് പോരുന്നതും ബാക്കിയൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. കാരണം കുഴങ്ങി അങ്ങേ തല എത്തിയിട്ടുണ്ടായിരുന്നു. തല മിന്നി വീഴും എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ ഈ നിൽക്കുന്നത് കേട്ടോ. വന്ന പാടേ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്ലാസ് ചായ ഒറ്റയടിക്കാണ് വലിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നേ. സമയം 11:21. നല്ല വിശപ്പായിരുന്നു. ഞാൻ കൂടുതൽ വീഡിയോസൊന്നും ഹോസ്പിറ്റലിൽ എടുത്തില്ല. കാരണം എനിക്ക് ക്ഷീണവും കുഴക്കവും ഒക്കെ പാടിയുടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടോ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ ചോറാണ് കഴിക്കണേ. ഭക്ഷണം കഴിക്കാൻ കുറേ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ക്ഷീണവും കുഴക്കമൊക്കെ തോന്നിയിട്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചേരം കിടക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എനിക്ക് ക്ഷീണം വരുമ്പോൾ ഒന്ന് കുറേ നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ആവാറുണ്ട്. കിടന്ന് ഉറങ്ങി നീച്ചപ്പോൾ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. എൻ്റെ കൃഷ്ണ ആണീറ്റപ്പോൾ കാണുന്നത് ഈ ഒരു കൃഷ്ണനെയാണ് കേട്ടോ. ഇത് അച്ഛനാണേ. അച്ഛൻ്റെ ഒരു അമ്പലത്തിൽ ഒരു രഥയാത്ര ഉണ്ട്. അപ്പോൾ അതിന് കൃഷ്ണനായിട്ട് വേഷം കെട്ടിയിട്ട് പോവാണ് കേട്ടോ. ചേച്ചിയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉറങ്ങി നീച്ചപ്പോൾ ഞാൻ കാണുന്നത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ്. അപ്പം നമ്മുടെ സാക്ഷാൽ ഭഗവാന്റെ ലുക്ക് എങ്ങനെയുണ്ട് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഓർണമെൻറ്റ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ കോഴിക്കോട് പോയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. മേക്കപ്പും കാര്യങ്ങളാണ് ചേച്ചി സെറ്റാക്കിയിട്ടുള്ളത്. അങ്ങനെ ദേ കൃഷ്ണന് പോവാൻ ുള്ള വാഹനം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൃഷ്ണനെ യാത്രയാക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഉറങ്ങി നീറ്റപ്പോ ഷവർമ്മ വേണമെന്ന് പറഞ്ഞ് എന്ത് പിടിച്ചു വാശി പിടിച്ചു. അപ്പൊ ആരാ വരുന്നേ? ഷവർമ്മ ഓർഡർ ചെയ്ത് നോക്കി കണ്ണ് നട്ട് കാത്തിരിക്കുകയാണ് അല്ലേ? അങ്ങനെ തെച്ചുട്ടൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ദേ ഷവർമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ. 2 ഷവർമ്മ റോള് 3 പ്ലേറ്റുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ ആക്രാന്തം കൊണ്ട് കാത്തിരുന്ന ആൾക്ക് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല കഴിക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ടുണ്ട് ഷവർമ്മ കഴിച്ചിട്ട്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒരു വട്ടമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. എനിക്ക് വല്ലാണ്ട് വാങ്ങി തരാറുമില്ല. പ്രത്യേകിച്ച് കഴിക്കാനുള്ളൊരു വികാരം അതിനോടിപ്പോൾ തോന്നാറുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കൊണ്ടുവന്നല്ലേന്ന് വിചാരിച്ചു ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ ഷവർമ്മയൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. അപ്പം ഞാനും തെച്ചുട്ടനും കൂടെ വൈകുന്നേരം നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ നടക്കാൻ പോവുകയാണേ. അയ്യോ ഇവിടെ കുറച്ച് നേരം നിൽക്കുക. എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ നടക്കുക.